ഇനി അങ്കത്തട്ടിലേക്ക്. ഇത് മാങ്കൂട്ടം ഷാഫി മാജിക്. കേരള രാഷ്ട്രീയത്തിന്റെ ആകാശം ചുവപ്പിൽ നിന്ന് മാറ്റാൻ പാലക്കാടിന്റെ മണ്ണിലേക്ക് ഒരു യുവസിംഹം ചുവടുവെക്കുകയാണ്. ഇത് വെറും ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനമല്ല. ഇത് രാഷ്ട്രീയ കൊലവിളികൾക്കും അടിച്ചമർത്തലുകൾക്കുമെതിരെ ഒരു തലമുറ തന്നെ നടത്തുന്ന വിപ്ലവമാണ്. കേസും കൂട്ടവും കാട്ടി വിരട്ടാമെന്ന് ആരും വിചാരിക്കണ്ട. അർദ്ധരാത്രിയിൽ ഉറങ്ങുന്നിടത്ത് നിന്ന് ഒരു ജനപ്രതിനിധിയെ ക്രിമിനലുകളെ പോലെ പിടിച്ചുകൊണ്ടുപോയ പിണറായി വിജയന്റെ പോലീസ് നാടകം കേരളം കണ്ടതാണ്. കടക്കുപുറത്ത് എന്ന് മാധ്യമങ്ങളോട് ആക്രോശിച്ചവർക്കുള്ള മറുപടി കടകംപള്ളി സുരേന്ദ്രൻ എവിടെ എന്ന ചോദ്യത്തിലൂടെ സഭയ്ക്കകത്തും പുറത്തും ഇന്നും മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. രാഹുലിനെ അർദ്ധരാത്രിയിൽ അറസ്റ്റ് ചെയ്തത് എന്തിനായിരുന്നുവെന്ന് ഇപ്പോൾ പകൽ പോലെ വ്യക്തമാണ്. രാഷ്ട്രീയമായി നേരിടാൻ കഴിയില്ലെന്ന് ബോധ്യപ്പെട്ടാൽ പോലീസിനെ കയറൂരിവിട്ട് തളർത്താമെന്ന വ്യാമോഹം ഈ മാങ്കൂട്ടത്തിന്റെ അടുത്ത് നടക്കില്ലെന്ന് ഭരണകൂടം ഓർക്കുന്നത് നന്ന്. ഒരു വശത്ത് ശബരിമലയെ കൊള്ളയടിച്ച സംഘത്തിന് കുറ്റപത്രം പോലും നൽകാതെ സ്വാഭാവിക ജാമ്യം വാങ്ങിച്ച് ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ സർക്കാർ കുടപിടിക്കുന്നു. ഭക്തജനങ്ങളുടെ വികാരം വ്രണപ്പെടുത്തിയവർക്ക് ചുവപ്പ് പരവതാനി വിരിക്കുന്ന സർക്കാർ ജനകീയ പോരാട്ടങ്ങൾ നയിക്കുന്ന രാഹുലിനെ കുടുക്കാൻ ചരട് വലിക്കുന്നു. അവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പോരാളി വിസ്മയമാകുന്നത്. എത്ര ഗൂഢാലോചനകൾ നടത്തിയാലും കോടതിയിൽ നിന്ന് തലയുയർത്തിപ്പിടിച്ച് ജാമ്യം വാങ്ങി പുറത്തിറങ്ങിയ ചരിത്രമാണ് രാഹുലിന്റേത്. ഓരോ തവണയും അയാൾ ജയിലിന്റെ പടിയിറങ്ങുന്നത് ആയിരക്കണക്കിന് പ്രവർത്തകരുടെ ആവേശമായിട്ടാണ്. മാധ്യമ ചർച്ചകളിൽ ചോദ്യശരങ്ങൾ എയ്യുന്നവർക്ക് മുൻപിൽ പതറാതെ ഏത് ചോദ്യത്തെയും നെഞ്ചുവിരിച്ച് നേരിടാൻ രാഹുൽ കാണിച്ച ആ ധൈര്യം, അത് കണ്ടാലറിയാം ഈ പോരാട്ടം എങ്ങോട്ടാണെന്ന്. MLA പദവി പോയിട്ട് സ്പീക്കർ വിചാരിച്ചാൽ പോലും രാഹുലിന്റെ നാവടക്കാൻ കഴിയില്ല. സ്പീക്കറുടെ റൂളിങ്ങിനെ വരെ ഭയമില്ലാതെ നേരിട്ട പാരമ്പര്യമാണ് രാഹുലിന്റേത്. തന്നെ കോഴിയാക്കി ചിത്രീകരിക്കാൻ ഇറങ്ങിത്തിരിച്ച ഗൂഢസംഘത്തോട് രാഹുൽ പറഞ്ഞത് ഒന്നേയുള്ളൂ: തന്റെ കയ്യിലുള്ള തെളിവുകൾ പുറത്തുവിട്ടാൽ ഈ കേരളം കത്തും. അധികാരത്തിന്റെ ഇടനാഴികളിൽ ഇരുന്നു കൊണ്ട് തിരക്കഥ തയ്യാറാക്കുന്നവർ ഒന്നോർക്കുക, നിങ്ങളുടെ കള്ളത്തരങ്ങൾ ഓരോന്നായി വെളിച്ചത്ത് കൊണ്ടുവരാൻ രാഹുലിന് മടിയില്ല. ആ ഭയത്തിൽ നിന്നാണ് വിഷയം മാറ്റാൻ വേണ്ടി പെൺപടയെ ഇറക്കി സ്ക്രീൻഷോട്ടുകൾ വാരി വിതറിയത്. രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായി നേരിടാൻ കഴിയാത്തവർ വ്യക്തിഹത്യയിലേക്ക് തിരിയുന്ന ദയനീയ കാഴ്ചയാണിവിടെ കണ്ടത്. ഷഹനാസിനെതിരെ DGPക്ക് പരാതി നൽകിക്കൊണ്ട് രാഹുൽ വെല്ലുവിളിക്കുന്നു: ധൈര്യമുണ്ടെങ്കിൽ തെളിവുകൾ നിയമത്തിന് മുൻപിൽ ഹാജരാക്കൂ. സോഷ്യൽ മീഡിയയിൽ പെയ്ഡ് പ്രൊഫൈലുകൾ വെച്ച് പുകമറ സൃഷ്ടിക്കാൻ നോക്കുന്ന സൈബർ സഖാക്കൾ അറിയാൻ, രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിടുന്നത് കള്ളക്കേസുകളെ മാത്രമല്ല, നിങ്ങളുടെ നീചമായ രാഷ്ട്രീയ സംസ്കാരത്തെ കൂടെയാണ്. ഓരോ സ്ക്രീൻഷോട്ട് നാടകങ്ങളും പൊളിച്ചടുക്കി അയാൾ മുന്നേറുകയാണ്. സത്യത്തിന്റെ കയ്യിൽ കനലുണ്ടെങ്കിൽ അത് പുകയുക തന്നെ ചെയ്യും. ആ കനലിന്റെ ചൂടിൽ വെന്തുരുകുന്നത് നിങ്ങളുടെ കപട രാഷ്ട്രീയമാണ്. ഷാഫി പറമ്പിലിന്റെ ആ തന്ത്രപരമായ മൗനം കണ്ട് ആരും ആശ്വസിക്കണ്ട. അത് രാഹുലിനെ പാലക്കാട്ടെ അങ്കത്തട്ടിലേക്ക് എത്തിക്കാനുള്ള കൊടുങ്കാറ്റിന് മുൻപിലുള്ള ശാന്തത മാത്രമാണ്. ഷാഫി എന്ന രാഷ്ട്രീയ തന്ത്രജ്ഞൻ വരച്ചുവെച്ച കളത്തിൽ രാഹുൽ എന്ന പോരാളി നിറഞ്ഞു നിൽക്കും. KSU കാലഘട്ടം മുതൽ തെരുവിൽ തല്ലുകൊണ്ടും മുദ്രാവാക്യം വിളിച്ചും വളർന്ന രാഹുലിന് AC മുറിയിലിരുന്ന് കരുനീക്കം നടത്തുന്നവരെയല്ല പേടി. ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന, അവരുടെ ഭാഷയിൽ സംസാരിക്കുന്ന ഒരു നേതാവാണ് അദ്ദേഹം. കഴിഞ്ഞ തവണ നേടിയ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ട് നിയമസഭയിലേക്ക് പാലക്കാടൻ ജനത രാഹുലിനെ അയക്കുമെന്ന് ഉറപ്പാണ്. ഇത് കേവലം ഒരു തിരഞ്ഞെടുപ്പല്ല, ഇത് നീതിയും അനീതിയും തമ്മിലുള്ള പോരാട്ടമാണ്. ഇത് സത്യവും അസത്യവും തമ്മിലുള്ള പോരാട്ടമാണ്. സൂര്യനെ പാഴ്മുറം കൊണ്ട് മറയ്ക്കാൻ കഴിയില്ല. കേരളത്തിലെ യുവജനതയുടെ വികാരം ഈ പോരാളികൾക്കൊപ്പമുണ്ട്. പോലീസ് സ്റ്റേഷനുകൾക്കും ജയിലറകൾക്കും രാഹുലിന്റെ ശബ്ദത്തെ അടിച്ചമർത്താൻ കഴിയില്ല. വരും ദിവസങ്ങളിൽ പാലക്കാട്ടെ തെരുവുകളിൽ ഈ രാഷ്ട്രീയ തരംഗം ആഞ്ഞടിക്കും. ചതിയുടെയും വഞ്ചനയുടെയും രാഷ്ട്രീയത്തിന് അന്ത്യം കുറിക്കാൻ മാങ്കൂട്ടം വരികയാണ്. ഭരണകൂടത്തിന്റെ ഗൂഢാലോചനകൾ ഓരോന്നോരോന്നായി തകർന്നു വീഴുന്ന കാഴ്ചയ്ക്കായി നമുക്ക് കാത്തിരിക്കാം. കളി ഇനി പാലക്കാട്ട് കാണാം. രാഹുൽ വരുന്നു, ആവേശം വിതറാൻ, മാറ്റം കുറിക്കാൻ. തലമുറകൾ കാത്തിരുന്ന ആ പോരാട്ടം ഇവിടെ തുടങ്ങുന്നു. വിജയലക്ഷ്യം ദൂരെയല്ല, ആവേശം ഇരട്ടിക്കട്ടെ.